ഹായ് ഗായ്സ്, ഐ ആം അനസി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. രാവിലെ തന്നെ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഔട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ റെഡിയായി. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. എല്ലാ സൺഡേയിലെ അവസ്ഥ തന്നെ. അങ്ങനെ ഞങ്ങൾ നടന്നു. ആദ്യം വന്ന് ബസ്സിലും കയറി. ബസ്സിൽ കയറിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചു നമുക്ക് മിസ്റ്റർ DIY പോവാം. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ആ ഷോപ്പിൽ പോകുന്നത്. ഞങ്ങൾക്ക് അറിയില്ല കറക്റ്റ് ഷോപ്പിന് വരുന്നത്. അങ്ങനെ ഇങ്ങോട്ടും ഒരു ടിക്കറ്റ് എടുത്തു. ഷോപ്പ് വഴി കണ്ടതും അതിൻ്റെ ഫ്രണ്ടിൽ ചാടി ഇറങ്ങി. ഇനി ഞങ്ങൾ ഷോപ്പിലോട്ട് പോയി ഇറങ്ങുകയാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് ഇന്നത്തെ. അങ്ങനെ ഞങ്ങൾ അവിടെ കയറാൻ പോവാണ്. വലിയ കാര്യത്തിൽ കയറിയപ്പോൾ താണ്ടടാ ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല. നല്ല എസ്തെറ്റിക്കായ ക്യൂട്ടായ സാധനങ്ങൾ എസ്തെറ്റിക്കായി ക്യൂട്ടായി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. കൊള്ളാം, നല്ല രസമുണ്ട്. ഞങ്ങളിവിടെ കയറി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. വേണ്ട ആദ്യം ഞങ്ങൾ പേനയുടെയും പെൻസിലിൻ്റെയൊക്കെ സെക്ഷനിലാണ് പോയത്. സംഭവം രസമുണ്ട്, നല്ല രസമുള്ള പേനയും പെൻസിലൊക്കെ. പക്ഷെ നമ്മളിതെങ്ങനെ കോളേജിൽ സ്കൂളിലൊക്കെ കൊണ്ടുപോകും, അതായിരുന്നു സംശയം. വേണ്ട ഇതൊക്കെ ഒരു പേനയാണ്. പിന്നെ ഞാൻ പതിയെ ടെഡി ബിയറൊക്കെ ഇരിക്കുന്ന സെക്ഷനിലോട്ട് പോയി. പാവകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. നല്ല രസമുണ്ട് കാണാൻ, എല്ലാം നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ നല്ല സാധനങ്ങൾ. പിന്നെയും ഞാൻ വീണ്ടും പേനയുടെ സെക്ഷനിലോട്ട് വന്ന് അപ്പോൾ ഇതാണ്ടേ നല്ല രസമുള്ളൊരു പേന ഇവിടെ ഉണ്ട്. ഇതാണ്ട് ഒന്നിത് ഞാൻ നേരത്തെ കാണിച്ചത്. പിന്നെ ഇതാണ്ട് ഞെക്കുമ്പോൾ പറക്കുന്ന പേന, കൊള്ളാമല്ലേ. അപ്പോൾ ഇതാണ്ട് എടുത്തുകൊണ്ട് വന്ന എസ്തെറ്റിക്കായ ഒരു സാധനം. പക്ഷേ ഇതെനിക്ക് അത്ര എസ്തെറ്റിക്കായി തോന്നിയില്ല. പക്ഷേ ഇതാണ്ട് നിറച്ച് പൂടയൊക്കെ ഉള്ള പേന. പിന്നെ നമ്മുടെ സെക്ഷനിലോട്ട് പോവാണ്. നമുക്ക് റിയയ്ക്ക് പെയിൻറ്റ് ബ്രഷ് മേടിക്കണം, അതിനാണ് നമ്മൾ വന്നത്. ഞാൻ അവിടെ പോയി നോക്കി. പിന്നെ സ്റ്റിക്കറിൻ്റെ ഭാഗത്ത് പോയി നോക്കിയപ്പോൾ ദാണ്ടെ താങ്ക് യുവിൻ്റെ സ്റ്റിക്കറിന് 35 രൂപ. പിന്നെ ഞങ്ങൾ കോസ്മെറ്റിക് ഐറ്റംസിൻ്റെ അവിടെ പോയി. നമ്മുടെ ഏരിയ ആണല്ലോ അത്. അവിടെ ഇരിക്കുന്ന മാല, കമ്മൽ, ക്ലിപ്പ് എല്ലാം നോക്കി. ഈ കൊമ്പ് കാണാൻ നല്ല രസമുണ്ടായിരുന്നല്ലേ. പിന്നെ ദാണ്ടെ ഈ കമ്മലൊക്കെ എടുത്ത് വെച്ച് നോക്കി. പിന്നെയും വെറുതെ ദാണ്ടെ തേരാപാര നടക്കുവാണ്. റിയ എന്തൊക്കെയോ ചെന്ന് വലിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ മുകളിലോട്ട് പോയപ്പോൾ ദാണ്ടെ കപ്പും കാര്യങ്ങളൊക്കെ. അങ്ങനെ കപ്പെല്ലാം നോക്കി വന്നപ്പോൾ കൊള്ളാമല്ലേ, നല്ല രസമുള്ള ബാഗ്. ഈ ബാഗ് എനിക്ക് ഇഷ്ടമായി, സ്മൈലിയുള്ള ബാഗ്. ഇതാണെന്ന് തോന്നുന്നു റിയയ്ക്ക് ഇഷ്ടമായത്. റിയ വലിയ കാര്യത്തിൽ പിടിച്ചൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇതാണ്ട് ഞങ്ങൾ അടുത്ത സെക്ഷനിലോട്ട് പോയി. അവിടെ നല്ല രസമുള്ള കുപ്പികൾ കണ്ടാൽ തന്നെ വെള്ളം കുടിക്കാൻ തോന്നും. പിന്നെ ഈ ക്ലോക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പേപ്പർ കപ്പിൽ വരെ ഇതാണ്ട് ഇവിടെ താജ്മഹൽ തീർത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ താഴോട്ട് പിന്നെ ഇറങ്ങി. അവിടെ ചെന്നപ്പോൾ ദാണ്ടെ കുറച്ച് മിനി ഡയറീസ് ഇരിപ്പുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എല്ലാം 3 തന്നെ ഞാൻ എടുത്ത് നോക്കി. 3 എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് സംഭവം. പിന്നെ ഞങ്ങൾ ദാണ്ടെ അടുത്ത സെക്ഷനോട് ഇതൊരു പെൻ ഹോൾഡറാണ്. ഇതാണ്ട് ഏതാണ്ട് എടുത്തിട്ട് വെച്ച് കുലുക്കി കൊടുക്കുന്നുണ്ട്. ഉള്ളിലെ സാധനം കിടന്ന് പറക്കുന്നുണ്ടെന്ന് തോന്നുന്നു. സംഭവം രസമുണ്ട്, പക്ഷേ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ അതൊക്കെ അവിടെ വെച്ച് ഞങ്ങൾ എടുത്ത് ഡയറിയുടെ സെക്ഷനിലോട്ട് പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഡയറീസും ബുക്സൊക്കെ. അങ്ങനെ ഒരെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാനത് മുറിച്ച് നോക്കി. അത് കഴിഞ്ഞ് തിരിച്ചതുപോലെ തന്നെ വെച്ചു. ദാണ്ടെ ഒരു ലാമ്പാണിത്. ഇത് കത്തിക്കാനുള്ള പരിശ്രമത്തിലാണ്. പൊട്ടുമോ ആ ഭാഗ്യം, കത്തി പൊട്ടിയില്ല. അങ്ങനെ അതും കത്തിച്ച് നോക്കി. ഞങ്ങൾ നോക്കി തിരിച്ചു വന്നപ്പോൾ ദാണ്ടെ അവിടെ ഒരു ഇൻഫൽ ടവർ ഇരിക്കുന്നു. എനിക്ക് ഈ സംഭവം ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇതാണ്ട് ഇതൊന്നും എന്താണെന്ന് പോലും അറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഉള്ളിൽ എന്തൊക്കെയോ ഇളകുന്നുണ്ട്. അങ്ങനെ റിയ ഇതെല്ലാം എടുത്ത് കുലുക്കി നോക്കുന്നുണ്ട്. പിന്നെ ദാണ്ട് ഈ പൂക്കൾ എനിക്കിഷ്ടമായി, നല്ല രസമുണ്ട്. ഞാൻ പൂക്കൾ നോക്കി. അവിടെ ഇരിക്കുന്ന ഇതൊക്കെ കണ്ട സാധനങ്ങളെല്ലാം തിരിച്ചും മറിച്ചും വെച്ച് പിന്നെ ദാണ്ട് ഞങ്ങൾ ഗിഫ്റ്റ് ബോക്സിൻ്റെ ഏരിയയിലെത്തി. നല്ല രസമുള്ള ഗിഫ്റ്റ് ബോക്സ്. പിന്നെ ഫ്രെയിംസൊക്കെ നോക്കി. അങ്ങനെ ഞങ്ങൾ ആ കടയിൽ നിന്ന് മേടിച്ചത് ആ പെയിൻറ്റ് ബ്രഷ് മാത്രമാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കണ്ണാടി നോക്കി 2 ഫോട്ടോ എടുത്ത് ബായ് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ അടുത്ത സ്ഥലമാണ് ഇത്, ഓണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ കയറിയപ്പോൾ ദാണ്ടെ എനിക്ക് ഈ ടോപ്പുകളൊക്കെ ഭയങ്കര ഇഷ്ടമായി. അതിൽ ഒരെണ്ണം ഞാൻ ട്രൈ ചെയ്ത് നോക്കി. എങ്ങനെയുണ്ടെന്ന് പറയണേ. എനിക്കിഷ്ടമായി ഈ ടോപ്പ്, പക്ഷെ മേടിച്ചില്ല. പിന്നെ ഞങ്ങൾ ബാക്കിയുള്ള ഡ്രസ്സൊക്കെ വെറുതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നോക്കി. പക്ഷേ എല്ലാം വലിയ സൈസ് ആയതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പറ്റുന്നതില്ലാത്തതുകൊണ്ടും എല്ലാം ഞങ്ങൾ അവിടെ തന്നെ വെച്ച് തിരിച്ചിറങ്ങി. അങ്ങനെയാണ് തിരിച്ചിറങ്ങാൻ പോവാണ്. പക്ഷേ ഈ ബ്ലൂ ഫ്രോക്ക് കൊള്ളാമല്ലേ, കൊള്ളാം. അങ്ങനെ ഞങ്ങൾ ഉച്ചയായി. ഈ 2 ഷോപ്പും കഴിഞ്ഞ് കറങ്ങി ഇറങ്ങിയപ്പോൾ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി തിരിച്ച് നടക്കുവാണ്. ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്നപ്പോഴാണ് മനസ്സിലായി ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ നടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നടന്ന് വരുന്ന വഴിക്ക് ഞങ്ങൾ റിലയൻസിൽ കയറി. കാരണം ഹോസ്റ്റലിൽ ഫുഡില്ലാത്തതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാമെന്ന് വെച്ച് കയറി. അങ്ങനെ ഞങ്ങൾ ഈ മില്ലറ്റ് പാക്കറ്റ്സ് മേടിച്ചു 2 എണ്ണം. അത് കഴിഞ്ഞ് ദാണ്ടെ വന്നപ്പോൾ ഈ ഡ്രസ്സ് കൊള്ളാം. ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഡ്രസ്സ് നമ്മുടെ ഒരു വീക്ക്നെസ്സാണ്. അത് കഴിഞ്ഞ് ഈ 2 സാധനങ്ങൾ ബില്ല് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കുറേ നേരം ക്യൂ നിൽക്കേണ്ടി വന്നു. അങ്ങനെ ക്യൂവിൽ നിന്ന് ബില്ലും ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഒരു ബിങ്കോ മേടിച്ചായിരുന്നു. ആ ബിങ്കോയും കഴിച്ച് ഒരു മായും കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഓയ്യോ നട്ടപ്പുറവയിൽ. അങ്ങനെ നടന്ന് ഞങ്ങൾ ഹോസ്റ്റലിലെത്തി. തിരിച്ച് പേരും എഴുതി. അങ്ങനെ ഹോസ്റ്റലിലോട്ട് തിരിച്ചു കയറി. അങ്ങനെ ഞങ്ങൾ രാവിലെ പോയി ഞങ്ങൾ ഉച്ചയ്ക്ക് തിരിച്ചെത്തി. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.